പാർട്ടിയില്ലേ പുഷ്പ പാർട്ടിയുണ്ട്. ഇവരെനിക്ക് തോന്നുന്നു ലംബോർഗിനിയിൽ നിന്നും കാര്യങ്ങൾ കോപ്പിയടിച്ചെന്ന് പറയാൻ പറ്റില്ല. ശാന്തസ്വരൂപിണി സംഹാര രൂപിണിയായി മാറുന്ന ഒരു പ്രതിഭാസം ഇവിടെ കാണാൻ സാധിക്കും. മൂവിങ് അത് ചെയ്യാം. അത് എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ റിവേഴ്സ് ഡയറക്റ്റ് നമുക്ക് വണ്ടി ഇടാം. ഇപ്പൊ കീഴേക്ക് പിടിച്ചാലും സീനില്ല. അതെന്നുവെച്ചാൽ ഇടിക്കുമല്ല, അവിടെ സെൻസ് ചെയ്തിട്ട് അതിന്റെ ചുറ്റും റഡാറിന് പറഞ്ഞത് 6 റഡാറാണ് വണ്ടിയുടെ ടോട്ടലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സാധാരണ ഈവൻ നമ്മുടെ വണ്ടികളിലൊക്കെ കണ്ടുവരുന്ന 1-2 റഡാറൊക്കെയാണ് അരാസിന് കൊടുത്തേക്കുന്നത്. ഇപ്പം 6 റഡാറ് ഒരു കമ്പനി തന്നെ കൊടുത്തോണ്ട് തന്നെ ഡയറക്റ്റ് സ്വിച്ച് ഇവിടെ ഉണ്ട് ഓട്ടോ പാർക്കിന്റെ സ്ഥിതിയിൽ നിന്ന് എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വിർച്വൽ എന്ന് പറയുന്ന ഒരു ഇതെടുത്തു. അതാണ് ഇത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ സോഫ്റ്റ്വെയറിന്റെ വല്ല ഇതുമായിരിക്കും. ഇത് ചിലപ്പോൾ എനിക്കൊന്ന് പാർക്കിംഗ് ഇതിന്റെ എന്തൊക്കെയോ ഇതിലൊക്കെ കിടന്നാലൊക്കെ ഇതാവുള്ളൂ. വിർച്വൽ പാർക്കിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു വരുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അല്ലേ. പാർക്കിംഗ് സ്പേസ് ടൈപ്പ് അതിവിടെ ഒരു ഈ സാധനം നമ്മൾ ഇത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇതിന് നമ്മൾ ഇപ്പോൾ വണ്ടി ഇങ്ങോട്ട് വെക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകില്ല. റിലീസ് ദ ബ്രേക്ക് ആൻഡ് സ്റ്റിയറിംഗ് വീൽ സ്റ്റാർട്ട്. ഇനി അവൻ തന്നെ ഏറ്റെടുത്തോളും അല്ലേ. അതെ, ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങൾ നമ്മൾ നേരിട്ട് ട്രൈ ചെയ്തിരുന്നു. സ്ഥലമൊക്കെ ഒബ്ജക്റ്റ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടല്ലേ. ഓ, അത്ര സ്പേസ് വേണം. യെസ്, സംഭവം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പൊസിഷനിലേക്ക് വരുന്ന കാണാം നമുക്ക്. തന്നെ തിരി ഇതൊക്കെ ഒരു ഇന്ത്യൻ വണ്ടി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണല്ലേ. കറക്റ്റ് ആ സാധനം നോക്കിയാണ് കറക്റ്റ് പൊസിഷനിലോട്ടാ സാധനം പോകുന്നത് കേട്ടോ. ഈയ്യ, ആണ് റിവേഴ്സിന്റെ പെർസെൻറ്റേജ് ഒക്കെ എന്താ കാണിക്കുന്നുണ്ടോ. ഓ, നമുക്ക് വലിയ പണിയില്ല. ഡ്രൈവിംഗ് കംഫർട്ട്, പണി കുറച്ചോണ്ടിരിക്കും. പാർക്കിംഗ് കംപ്ലീറ്റ് എടുത്ത് ചെക്ക് സറൗണ്ടിങ്സ് ഫോർ സേഫ്റ്റി എല്ലാ ഒബ്ജക്റ്റ്. ഇതാണ് പാരലൽ പാർക്കിംഗ് അല്ലെങ്കിൽ തന്നെ ഓട്ടോ പാർക്കിംഗ് അല്ലേ. ഓട്ടോ പാർക്കിംഗ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കീ ഫോബേ തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി നമുക്ക് ഡിസ്റ്റൻസ് അല്ലേ. അതെ, ഇതിനകത്ത് വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഗ്രൂമി എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. അത് കാണിച്ചത് അത് ഇവിടെ ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് പാർക്കിങ്ങിലായിരിക്കണം വണ്ടി. അതിനുശേഷം ഇത് ഒരു വണ്ടി ഒരു ഷോ പാർട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പാട്ടിനായിരിക്കും സ്റ്റാർട്ട് ഷോ. ഓക്കെ, സെലക്ട് ഷോ ഇൻ പ്രോഗ്രസ്. സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് എൻജോയ് ദി ഷോ. നമുക്ക് വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങാം. ഓരോ സൗണ്ടുകളാണ്, സൗണ്ട് എക്സ്പീരിയൻസ്, ലൈവ് സൗണ്ട്, സിംഹണി ഹാള്, ഓപ്പറ ഹൗസ്, സ്റ്റേഡിയത്തിന്റെ പേര് ഇവിടെ കൈ കൊട്ടുവാണെങ്കിൽ ഇങ്ങനെ എക്കോ ആയി വരുന്നൊക്കെയാണ്. ഇത് സിംഹണി ഹാള്,
നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റുമോ ഓരോ ഡ്രൈവർ മാത്രമാക്കി ഇടാം. ഇപ്പൊ ഡ്രൈവറിന് മാത്രമേ ഉള്ളൂ ഫുൾ ക്യാബിന് പാർട്ടിയില്ലേ പുഷ്പ പാർട്ടിയുണ്ട് പുഷ്പ അല്ലേ? സ്പീക്കറും വേണ്ട, ഒന്നും വേണ്ട, കാറ് മതി. 4 ഡോറും താത്തിടാ, 4 കൊണ്ട് താത്തിടുക, ഇത് ഇടുക, ഇലക്ട്രിക്കല്ലേ, ഇതും പോകത്തില്ല. എന്നിട്ട് ഡാൻസോ എന്തുവേണേലും ചെയ്യാം, പാട്ടും ഡാൻസും എല്ലാം ചെയ്യാം. ലൈറ്റ് ഈ പറഞ്ഞ പോലെ വേറെ എക്സ്ട്രാ ലൈറ്റ് കണ്ടെത്തണ്ട. ചാർജിങ് സെറ്റപ്പ് ഇവിടെ വരുന്നത്. നമുക്ക് ഇതാണ് ഇതിന്റെ ഇവിടെ കണ്ടോ ചാർജ് പോർട്ട് എന്ന് പറഞ്ഞിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കീ ഫോബ് കയ്യിൽ വേണം, നല്ല തുറക്കുള്ളൂ, ഇല്ലെങ്കിൽ അത് ലോക്ക് ആവില്ല. ഇവിടെ നമ്മൾ തുറന്നു. 11 kV ചാർജറാണിത്. ഇതിനകത്ത് വണ്ടിക്കകത്ത് തന്നെ ഒരു നോർമൽ ചാർജറും വരുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ അത് നമുക്ക് സാധാ ടൈപ്പ്. ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ്, 11 kV ചാർജറാണ്. ഇത് 3-4 മണിക്കൂർ എടുക്കും ഇത് ഫുൾ ചാർജ് ആവാൻ. അതെ അതെ അതെ, ഇത് ചാർജ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇപ്പോൾ ഇത് ചാർജ് അല്ല എന്ന് പറഞ്ഞാൽ അത് കണക്റ്റ് ആയി അതിൻ്റെ അർത്ഥം. ഇനി ഇത് ചാർജ് ചെയ്യുന്നത് ഇതിങ്ങനെ ഒരു ഇത് കാണിക്കും, ലൈറ്റ് വരും. ഇനി ചാർജ് ചെയ്യണമെങ്കിൽ ഇതൊരു NFC കീ ആണ്. ഇത് നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ സ്വൈപ്പായി. ഇനിയിപ്പോൾ ഇല്ല ഇല്ല, ഇത് കാണിക്കണം. അപ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങിക്കോളും. അപ്പോൾ നമുക്കൊരു നോർമൽ ചാർജറിൻ്റെ ഒരു സെറ്റപ്പും കൂടി തരുന്നുണ്ട് ഇതിൽ. ഇതാണ് നോർമൽ ചാർജർ. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് എടുക്കുന്നില്ല. ഇതുപോലത്തെ സോക്കറ്റുകൾ, ഈ സോക്കറ്റ് കുത്തരുന്ന പറയുന്നത് അവരുടെ DB-യിലെ സോക്കറ്റ് കുത്തിയിട്ട് ഇത് 12 മണിക്കൂർ എടുക്കും ഫുൾ ചാർജ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഫാസ്റ്റ് ചാർജർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുത്തി ചാർജ് ചെയ്യാൻ പറ്റും. ഈ സാധനം ഉള്ളതായിട്ട് ആർക്കും അറിയില്ലായിരുന്നു, എനിക്കും അറിയത്തില്ല. ഇത് പിടിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് സുഖമായിട്ട് ചാർജ് ചെയ്യായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം ഇങ്ങനെ ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോയി ചാർജ് ചെയ്തു. ഇത് മഹീന്ദ്രയെന്ന് പറഞ്ഞില്ല ഇതിനകത്ത് ഇത് ഉണ്ടെന്നുള്ളത്. പിന്നെ ഇവര് വന്നപ്പോഴാണ് പറഞ്ഞു തന്നെ. അപ്പോൾ ഇതിനകത്ത് ചാർജ് ചെയ്യാറ് നമുക്ക് വേണമെങ്കിൽ. എനിക്ക് ഇത് കുത്തി ചാർജ് ഇത് പിടിപ്പിക്കാത്ത താമസമുണ്ട്, വണ്ടി കിട്ടി കഴിഞ്ഞിട്ട് അവർ വരാനാ പറഞ്ഞത്. പക്ഷെ ഇത് നേരത്തെ പിടിപ്പിക്കണോണ്ട് എനിക്ക് ശരിക്കും ഇത് കുത്തി ചാർജ് ചെയ്യായിരുന്നു. പക്ഷെ ഈ സാധനം ഉള്ളതായിട്ട് അവരുടെ തിരക്കിൽ അവരും വിട്ടുപോയി. പിന്നെ ഇത് പിടിപ്പിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ്. അത് വണ്ടിയുടെ കൂടെ വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് വരിക. അപ്പോൾ ഞാൻ 2-3 ദിവസം ഇത് പിടിപ്പിക്കുന്നതിന് മുമ്പ് പുറത്ത് EV സ്റ്റേഷനുകളിൽ പോയാൽ ചെയ്തത്. പക്ഷെ ഇത് മേടിക്കണവരുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ കേബിൾ ഉണ്ട്, ഇവര് ഒരാഴ്ച മുമ്പ് തന്നെ പിടിപ്പിക്കും. അപ്പൊ അതിൽ കുത്തി നമുക്ക് ചാർജ് ചെയ്യാൻ പുറത്തു കൊണ്ട കാര്യമില്ല. സമയം വ്യത്യാസമുണ്ട്, 12 മണിക്കൂർ എടുക്കും. ഇത് 4 മണിക്കൂർ 5 മണിക്കൂർ എടുക്കുള്ളൂ. നമ്മൾ ആദ്യം ഇതിന്റെ മോഡ് നമുക്ക് ഡ്രൈവിങ്ങിന്റെ ഒരു ഇതെവിടെയുണ്ട്, ഡ്രൈവിംഗ് മോഡ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോർമലി ഫസ്റ്റ് ഡിഫോൾട്ട് മോഡ്, അതായത് ഇത് ഇവർ പറയുന്നത് ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, ഐസ് എഞ്ചിന്റെ പെട്രോൾ ഡീസൽ എഞ്ചിന്റെ ഒരു ഫീലാണ് നമുക്ക് ഇതിൽ കിട്ടുക. പവർ ഏറ്റവും കുറവുള്ള മോഡായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഒരു ലാഗോട് കൂടിയാണ്, അത്ര ലാഗില്ല കേട്ടോ. ഇപ്പം എത്ര ഇത് പറഞ്ഞാലും ഈ പെട്രോൾ ഡീസൽ എഞ്ചിനേക്കാളും പെട്ടെന്ന് തന്നെ ഇതിന്റെ ഇത് പോകും. ബാക്കിയുള്ള മോഡിൽ നല്ല വ്യത്യാസമുണ്ട്. മൈലേജും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇതിനകത്ത്. ഇപ്പൊ ഈ മോഡിൽ കണ്ടോ 349 നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്, 77%. അതെനിക്ക് തോന്നുന്നത് ഓരോരുത്തരുടെയും ഡ്രൈവിംഗ് രീതി അനുസരിച്ച് ഈ വണ്ടി ഡിറ്റക്ട് ചെയ്തിട്ടാന്ന് തോന്നുന്നു. എൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഞാൻ അധികം എവരിഡേ മോഡിലാണ് ഓടിക്കാറ്. ഇതിന്റെ അതായത് ഏറ്റവും പവർ കൂടിയ റേസിന്റെയും ഈ ഡിഫോൾട്ടിന്റെ ഒക്കെ ഇടയിലുള്ള ഒരു മോഡാണ്. അത്യാവശ്യം പെർഫോമൻസും ഉണ്ട്, മൈലേജ് മറ്റേ ഇതിന്റെ അനുസരിച്ചില്ല. ഇതിപ്പോ ഇതിന്റെ സ്റ്റിയറിംഗ് ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്യും ബൈക്കൊക്കെ. അവിടെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഒരു വലിയ വിഷയമാണല്ലോ. ബൈക്ക് യാത്രക്കാരിങ്ങനെ ഇടതുവശത്തോടെ വരുമ്പോൾ നമ്മൾ കാണൂല. നമ്മൾ തിരിക്കുമ്പോൾ അവരെ പോയി ഇടിക്കാതിരിക്കാൻ ഈ റൈറ്റ് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് സൈഡിലും ബ്ലൈൻഡ് സ്പോട്ട്. ഇതിപ്പോൾ ഞാൻ ഡിഫോൾട്ട് മോഡിൽ അല്പം കാല് കൊടുക്കുകയാണ്. ഗ്ലാസ്
കണ്ടോ ഡിഫോൾട്ടിലും പോലും നല്ല പവർ ഉണ്ട്. ഇതൊരു കോക്പിറ്റ് ഇൻസ്പെക്ടർ കണ്ട ബ്ലൈൻഡ് സ്പോട്ടിലെ വണ്ടി ഉള്ളതുകൊണ്ട് എല്ലാ വണ്ടിയില്ല ബ്ലൈൻഡ് സ്പോട്ടിൽ ബൈക്ക് അല്ലെങ്കിൽ പിന്നെ ഇത് ഓടിക്കാൻ പോയി ഫുൾ ടൈം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഈ ഇടതുവശത്തു കൂടിയൊക്കെ വരുമ്പോൾ ഇപ്പൊ ഈ കാറൊന്നും പോയാൽ വൈബ്രേറ്റ് ചെയ്യത്തില്ല. ഈ ഇടതുവശത്തോടെ അല്ലെങ്കിൽ വളരെ ചേർന്ന് ബൈക്ക് വരിക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതെ അങ്ങനെ എന്തോ അനലൈസിങ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഇഷ്ടംപോലെ വണ്ടി പോവല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഡിഫോൾട്ട് മോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ. ഇതൊരു കോക്പിറ്റ് ഇൻസ്പയർഡ് സ്റ്റൈലിംഗ് ആണ്. വണ്ടി ഇങ്ങനെ കാല് കൊടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീലാണ് കിട്ടുക. അതുകൊണ്ട് ഇതിപ്പോൾ ഡിഫോൾട്ട് മോഡിൽ തന്നെ വണ്ടി കയറി പോയത് കണ്ടോ. ഇപ്പോൾ സ്പീഡ് 84 ഞാൻ അധികം കാല് കൊടുത്തിട്ടില്ല, നിങ്ങൾ ഓടിക്കും മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞ് ഇത് റേഞ്ച് മോഡ്. അത് ഈ ഹൈവേയിലൊക്കെ നമ്മളിങ്ങനെ പോകില്ലേ, അപ്പോൾ കൂടുതൽ ലോങ് പോകുമ്പോൾ ഇടുന്ന ഒരു അത് ഇവിടെ അങ്ങനത്തെ റോഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പുതിയ ഹൈവേ ഒക്കെ വരുന്നുണ്ടല്ലോ, നാഷണൽ ഹൈവേ നമ്മുടെ NH വരുന്ന അങ്ങനത്തെ റോഡിലൊക്കെ നമുക്ക് ഇത്. പിന്നെ ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഞാൻ യൂസ് ചെയ്യുന്നതാണ് എവറിഡേ മോഡ്. ഇതിന് നല്ല പവർ വ്യത്യാസമുണ്ട്. എവറിഡേ എന്ന് പറഞ്ഞാലും ശരിക്കും ഒരു റേസ് മോഡ് നല്ല പവർ ഉള്ള ഒരു മോഡാണ്. ബൂസ്റ്റ് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാം. ശരിക്കും വലിയ ആവശ്യം വരാറില്ല. ഞാൻ എന്നാലും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ കാല് കൊടുക്കുമ്പോൾ ശരിക്കും വണ്ടി വലിച്ചോണ്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ട്. അതെ അതെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവനെ ഓടിക്കാം. അതായത് ഈ ഡ്രൈവിങ് ഇഷ്ടമുള്ള ഡ്രൈവിങ്ങിനോട് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് ഡ്രൈവറെ വെച്ചിട്ട് അവർ അപ്പുറേ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഡ്രൈവിങ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് നല്ല ഒരു ഇതാണ്. അല്ലാത്ത യാത്രക്കാർക്കും ഇത് തന്നെ. പക്ഷെ ഓടിക്കാനൊരു അതെ അതെ അത്രയും വ്യത്യാസമുണ്ട്. നേരത്തെ 370 ഇത്ര കാണിച്ചില്ലേ ഡിഫോൾട്ട്. നമ്മളെ ഞാനൊരു ദിവസം വളരെ സ്ലോ ആയിട്ടൊക്കെ ഓടിച്ചു പോയി. അന്ന് ഭയങ്കരമായിട്ട് എറണാകുളം വരെ പോയിട്ട് ആകെ 10% ചാർജ് എടുത്തുള്ളൂ. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് കാലൊക്കെ ഇങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് ബാറ്ററി കുറയുകയും ചെയ്യും. സ്ലോ എന്ന് പറഞ്ഞാൽ അത്ര സ്ലോ അല്ലായിരുന്നു. ഒരു 50-60 നോർമലി വലിയ കാലൊന്നും കൊടുക്കാതെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊന്ന് ഓടിച്ചു പോയപ്പോൾ നന്നായിട്ട് ബാറ്ററി കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഇങ്ങനെ റേസൊക്കെ ചെയ്ത് ഓടിച്ചാൽ നന്നായിട്ട് ബാറ്ററി കുറയുകയും ചെയ്യും. ധൈര്യമായിട്ട് ഓടിക്കാം. കാരണം ഒരു ചാർജിൽ ഇപ്പോൾ 2 ദിവസം എറണാകുളം പോയി നമുക്ക് രാത്രിയിൽ കുത്തിയിടാലോ. കാലിപ്പോൾ ഈ വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുവാണ്. അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് കയറി പോകുന്നു. ഈവൻ 79 kW ബാറ്ററി ആണെങ്കിൽ പോലും നമുക്കൊരു 1 hour കൊണ്ട് 20-80% ആവുന്നതാണ് അവർ അഷ്യൂർ ചെയ്യുന്നത്. ഇല്ല ഇതിനകത്ത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ 120 വാട്ട്സിന്റെ വീട്ടിൽ നമുക്ക് തന്നിരിക്കുന്ന ചാർജർ 11 ആണ്. അത് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഫുൾ ചാർജ് ചെയ്യാനായിട്ട്. ആ സമയം നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള മറ്റേ ചാർജർ ഉണ്ടല്ലോ, ചെറുതല്ല കൊമേഴ്ഷ്യൽ ചാർജറുകൾ, അത് പെട്ടെന്നാവും. KCB-യുടെ പോലത്തെ. ഞാൻ അതിൽ 1-2 ദിവസം കുത്തി. അതില് ഫാസ്റ്റ് ആയിട്ടോ, അതിൽ ഫാസ്റ്റ് ഉണ്ട്. നമ്മളെ വീട്ടിലെ ഹോം ചാർജറിനകത്ത് 4-5 മണിക്കൂർ എടുക്കും ചാർജ്. ഫാസ്റ്റ് ചാർജർ എന്നാണ് അവർ പറയുന്നത്, പക്ഷേ ഇത്രയും സമയം എടുക്കും. നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. നമുക്ക് ബൂസ്റ്റ് മോഡ് യൂസ് ചെയ്തില്ല, നോർമൽ ഇതായിട്ടുള്ളൂ. ബൂസ്റ്റ് മോഡൊക്കെ വളരെ റെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ റേസിംഗ് സിനിമയൊക്കെ റേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹിന്ദി മൂവീസിനകത്തൊക്കെ നൈട്രജൻ തീയൊക്കെ വരുന്ന സെറ്റപ്പില് ആ ഒരു സെറ്റപ്പ് അല്ലേ? അതെ. ഇനിയിപ്പോ ഞാൻ ഇവിടെ ബൂസ്റ്റ് മോഡ് ഇടാം. ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എഴുതി കാണിക്കും. ഒരു 10 സെക്കൻഡ് എനിക്ക് ഒന്ന് ഓവർടേക്ക് ചെയ്യാനത് ഇവിടെ പ്രസ് ചെയ്തു, ഇവിടെ എഴുതി കാണിച്ചു. ഇവിടെ ബൂസ്റ്റ്, ഇവിടെ ക്യാമറ ഉണ്ട്. അധികം ബൂസ്റ്റ് ചെയ്താൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ ശരിക്കും നമുക്ക് അധികം ഇതിലൊന്നും ഓടിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അതെ, ഇത് ശരിക്കും ഈ ഇങ്ങനെ ടെസ്റ്റിംഗ് ട്രാക്കൊക്കെ അവിടെ കൊണ്ടുപോയാലാണ് പ്രോപ്പറായിട്ട് നമുക്ക്. വേറെ ഇവിടെയൊക്കെ ക്യാമറയും വേറെ വണ്ടികളൊക്കെ വരുമല്ലോ, നമുക്ക് ഇതിന്റെ ഫുൾ പെർഫോമൻസ് ഒന്നും ഇങ്ങനത്തെ റോഡിലൊക്കെ ഭയങ്കര റിസ്ക്കിയാണ് ചെയ്യുന്നത്. വണ്ടി വരുമോ സൈക്കിൾ അതുകൊണ്ട് ഞാനതുകൊണ്ട് ഒത്തിരി സ്പീഡിലൊന്നും നമ്മളിത് ഓടിച്ചിട്ടില്ല. പക്ഷെ ഇത് എങ്ങനെ വേണമെങ്കിലും പോകുന്നു നമുക്ക് മനസ്സിലായി. ഇത് പല പീഡനങ്ങളും ഞാൻ തറന്നിട്ടുണ്ട്. അതെ അതെ, ഞാൻ എന്നെ സ്വയം കൺട്രോൾ കൺട്രോൾ ചെയ്ത്. അല്ല അത് വേണ്ടി വരും കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ പെട്ടെന്നേ ഒരു ഇങ്ങനെ പ്രൈവറ്റ് റേസ് ഇങ്ങനത്തെ ട്രാക്ക് പോലെയൊക്കെ ഉള്ളതാണെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ല പോലെ ഇത് കൊടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതിപ്പോ കണ്ടോ വണ്ടി പോകുന്നുണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ എവറിഡേ മോഡ്.
നോർമൽ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സസ്പെൻഷൻ ശ്രദ്ധിച്ചോ? ഉണ്ടോ? ഒരു അത്യാവശ്യം കുഴപ്പമില്ല സസ്പെൻഷൻ അല്ലേ? ഒരു കുഴപ്പമില്ല, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി ഇരിക്കുന്നവർക്ക് എങ്ങനെയുണ്ട്? ബാക്കി ഇരിക്കുന്നുണ്ട് ചാട്ടം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഈവൻ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ ഒരു സ്പോർട്ടി വണ്ടി വരുമ്പോഴത്തേനും ആ ഒരു ടൈപ്പ് ഓഫ് സസ്പെൻഷൻ നമ്മൾ മാക്സിമം എക്സ്പെക്ട് ചെയ്യണം അല്ലേ? അതെ, സ്പോർട്ടി വണ്ടികൾക്ക് ഒരിക്കലും ഭയങ്കര സോഫ്റ്റ് സസ്പെൻഷൻ ആക്കാൻ അവർക്ക് പറ്റൂല, ഹാൻഡ്ലിങ് പോകും. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഈ ടേൺ ഒക്കെ എടുക്കുമ്പോൾ അതിന് ആ സസ്പെൻഷൻ ഹാർഡ് ആണെങ്കിലാണ് ആ ക്രിസ്പി ആയിട്ടുള്ള ഒരു ടേൺ കിട്ടുള്ളൂ. കൺട്രോൾഡ് ആയിട്ടുള്ള ടേൺ കിട്ടും. അതിൽ എല്ലാ ഈ സ്പോർട്ടി കാറുകൾക്കും ഭയങ്കര ഹാർഡ് സസ്പെൻഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ അധികം ഓടിച്ചിട്ടില്ല. അതെ അതെ അതെ. ഈ ലംബോർഗിനിയൊക്കെ പോലത്തെ കാറുകൾക്ക് ഭയങ്കര സസ്പെൻഷൻ കമ്പാരിറ്റീവ്ലി അത്രയും വിലയുള്ള വണ്ടിയല്ലേ. ഇപ്പം ലെക്സസോ അങ്ങനത്തെ പോലെ വണ്ടികളുടെ പോലെ അല്ല ഇതിന്റെ ഇത് വരുന്നത്. കാരണം അതിന്റെ ഇത് ഉള്ളതുകൊണ്ടാണ്. ഡ്രൈവിംഗ് കംഫർട്ടും അങ്ങനത്തെ ഇതിലാണല്ലോ രണ്ടും കൂടി. പക്ഷെ അത് മേടിക്കുന്ന ആൾക്കാർ അവിടെ അവരുടെ ആ ഫീലിന് വേണ്ടിയിട്ടാണല്ലോ മേടിക്കുന്നത്. അതെ. പിന്നെ അതിന്റെ സസ്പെൻഷൻ മോശമെന്നല്ല, കാരണം അത്ര വില കൂടിയ വണ്ടിയാണല്ലോ. പക്ഷെ എന്നാലും അതെ റെഫറൻസ്. അതെ, ഞാൻ എന്തായാലും അങ്ങനെ ഒത്തിരി ഫീച്ചറുള്ള വണ്ടിയല്ലല്ലോ ഉപയോഗിച്ചിരുന്നേ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതിനകത്തുള്ള എല്ലാം അഡീഷണൽ ഫീച്ചേഴ്സ്. ഇപ്പം ഒരുപക്ഷെ ഒരു BMW ഉപയോഗിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ ചിലപ്പം അത് പറഞ്ഞു തരും, കാരണം അങ്ങനെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ. നമ്മളൊരു ബ്രസയൊക്കെ ഒരു ബേസ് മിഡ് വണ്ടി, അതിനകത്ത് അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഒന്നും ഇല്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരുപാട് ഫീച്ചർ റിച്ച് ആണെന്നാണ്, ഒന്നും ഒരു കുറവുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അത് അല്ലെങ്കിൽ അതുപോലെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള കാറുകൾ ഉപയോഗിച്ച ആളുകളെ നിങ്ങൾ പറയുവാണെങ്കിൽ അവർ ഒരുപക്ഷെ പറയുമായിരിക്കും ഇതും കൂടി ഉണ്ടെങ്കിൽ. അതെ അതെ അതെ. അത് ലംബോർഗിനി സ്റ്റൈലിൽ ഇവരെനിക്ക് തോന്നുന്നു ലംബോർഗിനിയിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇൻസ്പയർഡ്. തീർച്ചയായിട്ടും. അല്ല, സാധാരണക്കാരൻ ലംബോർഗിനി ഫീൽ കിട്ടും. അതെ അതെ അതെ, അതൊരു ഫാക്ടാണ്. ഇവനുണ്ടോ ഇവന്റെ സ്പേസിംഗ് ആണ്. പിന്നെ എനിക്ക് സ്പേസിങ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതിന്റെ സ്റ്റിയറിംഗ് ആണ്. ഈ സ്ക്വയർ സ്റ്റിയറിംഗ് ആദ്യം എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു, പക്ഷെ ഭയങ്കര രസമായിരുന്നു ഓടിക്കാനായിട്ട്. നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ ഇതിങ്ങനെ സ്ക്വയർ ആയിട്ട് കയ്യിലിരിക്കും. പിന്നെ അതേപോലെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണില്ല, നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ വിസിബിളാ. എനിക്ക് വിസിബിളാ, ഫുള്ളി ഈ സാധനം മൊത്തം അവിടെ കാണും. പാസഞ്ചറിന് കിട്ടില്ല സാധാരണ. ഇപ്പൊ എനിക്ക് അവിടെ കാണാം, ഇപ്പൊ വണ്ടി ഓടുന്നത് സ്ലോ അല്ലേ, 20 km/h റേഞ്ച് എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിന്റെ നമ്മുടെ ഇന്റേണൽ ഒരു വ്യൂ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഇവർ കോക്പിറ്റ് ഇൻസ്പയർഡ് ഒരു ഫ്ലൈറ്റിന്റെ ഇന്റീരിയർ വേണമെങ്കിൽ പറയാം. ഈവൻ ഹാൻഡിലാണെങ്കിൽ പോലും ആ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ. ഒരു ഇതുണ്ടോ നമ്മുടെ ഡാഷ്ബോർഡ്, ഇവൻ ഇവിടെയാണ് ഹെഡ് ഡിസ്പ്ലേ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേനിയിലോട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു ഡിസ്പ്ലേ കൂടെ 12.3 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ കൂടെ വരും. കുറച്ചുകൂടെ ഡാഷ്ബോർഡ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇവൻ ഇതിൻ്റെ നമ്മുടെ എയർ വിൻഡോ ഒക്കെ വരുന്നത് ഇവിടെയാണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ് നമ്മുടെ നേനിയിലോട്ട് വരുന്നതാണെങ്കിൽ. ഇപ്പം 2 ഫോൺ അറ്റ് എ ടൈം ചാർജ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡ്രൈവ് സെലക്ടറും മോഡ് സെലക്ടറും ഒക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഈവൻ സ്റ്റിയറിംഗ് വീലാണെങ്കിലും നമുക്കിപ്പം കൺട്രോൾസ് ഉണ്ട് ഇവിടെ. മോഡ് മറ്റേ നോർമൽ ഫോൺ എടുക്കാനും ഒക്കെ ഉള്ളത്, ക്രൂസ് കൺട്രോൾ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇവൻ അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ ഇവിടെയാണ് വരുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ബൂസ്റ്റ് ഒരു ബൂസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇവിടെ കുറച്ചും കൂടി ഓപ്പൺ റോഡ് കിട്ടി നമുക്ക് പെർഫോമൻസ് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പുറകോട്ട് പുഷ് ചെയ്യും. അതെ, അപ്പോൾ സീറ്റിലേക്ക് ഒരു നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടല്ല, ക്യാമറയിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാം. അതെ, ഒന്ന് ജസ്റ്റ് ഒന്ന്. ഇനി നമ്മൾ റേസ് മോഡിലേക്ക് ഇടുവാണ്. റേസ് മോഡ് ഇതിങ്ങനെ ഇത് ചെയ്തു. റേസിലിടുമ്പോ തന്നെ വണ്ടി ഇങ്ങനെ ഇങ്ങനെ തെറിക്കാൻ തുടങ്ങി. ടേക്ക് ഓഫ് പോലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞ എങ്ങനെയാണെന്നറിയോ, സംഹാര രൂപിണിയായി മാറുക എന്ന് പറഞ്ഞാൽ ശാന്തസ രൂപിണി സംഹാര രൂപിണിയായി മാറുന്ന ഒരു പ്രതിഭാസം ഇവിടെ കാണാൻ സാധിക്കും. വണ്ടി അങ്ങ് നമ്മളെ വലിച്ചോണ്ട് പോകാനോട്ട് ഇത്ര നേരം കണ്ടാനല്ല അല്ലേ. ഭയങ്കര അഗ്രഷനാണ് ഇവിടെ. നമുക്ക് വൈറ്റ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ഈവൻ വൈറ്റിംഗ് ആണ് അല്ലേ. ഒരു കാലം എടുക്കുമ്പോൾ ഇതിന് പുറകോട്ട് നമ്മളെ ചെറിയൊരു കാല് റേസിലിട്ട് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇത് എടുക്കുമ്പോഴത്തേക്കും വണ്ടി അങ്ങ് നമ്മളെ ശരിക്കും അങ്ങ് പുഷ് ചെയ്യും. അപ്പൊ അത് നമ്മള് ഇപ്പൊ നമുക്ക് ഭയങ്കര ഒരു അന്ന് നല്ല ഇത് വളവല്ലേ, നമുക്കൊരു സ്പീഡ് ഞാൻ പറയുന്നില്ല, ഒരു കൺട്രോള്
നമുക്ക് നന്നായിട്ട് കിട്ടും. ഇവിടെ ഇതുണ്ടല്ലോ നടുക്കുള്ള ഇത് നമ്മളെ സ്റ്റിയറിംഗ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് നമ്മൾ ഇങ്ങോട്ട് വലിക്കും. അത് അഡാസിന്റെ ഒരു ഇതുള്ളതാ. അനലൈസിങ്ങിന് ലൈൻ എന്താ അതിന്റെ പേരെന്ന് എനിക്കറിയില്ല, ഡിപ്പാർച്ചർ. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ സ്റ്റിയറിംഗ് അലർട്ട് തന്നിട്ട് ഇത് ഇങ്ങോട്ട് പിടിച്ച് വലിക്കും. ഡ്രൈവർ ഇവിടെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാമറ ഉണ്ടല്ലോ, അതെ ഈ ഇരിക്കുന്നതാണ് ക്യാമറ. അതെ, അതൊക്കെ ഓണാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എടിക്കട കുട്ടാന്ന് വിളിച്ചോണ്ടിരിക്കും, നീ ഉറങ്ങുവാണോ അല്ലേ. സൺറൂഫ് അല്ല കേട്ടോ ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സൺറൂഫ്. ഇതിനെ ശരിക്കും ലിറ്ററലി മീൻ ചെയ്യുന്നത് മൂൺ റൂഫാണ്. നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിങ്ങനെ അകത്ത് ഫുള്ളി ഓപ്പൺ ഉണ്ടല്ല, ഇങ്ങനെ മാത്രം ചെയ്യാം. നമുക്ക് ഗ്ലാസ് മൊത്തം അങ്ങോട്ട് വിഷനുണ്ട്. നൈറ്റിലാണ് ഇതിന് ഏറ്റവും നമുക്ക് യൂസ് വരിക. നമ്മുടെ ക്ലൈമറ്റിന് എനിക്ക് തോന്നുന്ന പകൽ ഇത് വലിയ വെയിലും കൊണ്ട് വിദേശത്തെ അതെ പിന്നെ ഞാൻ അഡീഷണലി ഒരു ഇതും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്, അഡീഷണൽ ഫിൽറ്റർ. ഇത് അത് ഫ്രണ്ടിലും ഇതിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ലീഗൽ ഒരു ഇത് വെച്ചിട്ട് ഈ QR കോഡുള്ള ഇതുണ്ട്, സൺഫിലിം. അപ്പം നമ്മുടെ ലീഗലി ഇപ്പം കോർട്ട് അലോ ചെയ്തല്ലോ, അത് എത്ര പെർസെൻറ്റേജ് ഉണ്ട് അത് അവർക്ക് അറിയാം. അത് നമ്മൾ ഡീറ്റെയിലിംഗ് മാഫിയയിൽ തന്നെയാണ് ചെയ്തത്, PPF ചെയ്ത് കൊടുത്ത്. അപ്പോൾ അവർക്ക് അറിയാം അത് നമുക്ക് ലീഗൽ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒട്ടിക്കാൻ പറ്റും. അത് ഭയങ്കര കൺവീനിയൻ്റ് ആട്ടോ. ആ നിയമം മാറ്റിയതിന് ഭയങ്കരമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ്. കാരണം ഞാൻ ബ്രസയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മൾ വെയിലടിച്ച് നമ്മൾ അതുപോലെ ചൂടാവും വണ്ടിയെ, ഫിലിം ഒട്ടിക്കാനും പറ്റില്ല. ഇപ്പൊ ശരിക്കും നിങ്ങൾക്ക് കൂളിങ് തോന്നുന്നില്ല ഇതിനകത്ത്? നല്ല വെയിലുണ്ട് ഇപ്പൊ. അതെ, ഏതായാലും കോർട്ടിന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ വളരെ അതെ അതെ. ഇവനകത്ത് ഈ റേസ് മോഡിനകത്ത് എടുത്തിട്ടുണ്ട് കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ കാല് കൊടുക്കുമ്പോൾ ആ ത്രോട്ടിൽ റെസ്പോൺസ് ഒരു എന്നാ പറയാ ഒരു ക്വിക്കായിട്ട് ജർക്ക് പോലെ വരും. പക്ഷെ അത് നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് അത് സ്പീഡിൽ ഓടിക്കുമ്പോൾ ശരിക്കും നമുക്ക് അത് കൺട്രോൾ ആവും. അത് തുടക്കത്തിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊട്ടും തോന്നൂല, ഒരു ചാട്ടം എന്ന് നമുക്ക് അങ്ങനെ തോന്നൂല. ഈവൻ ഓടിക്കുന്ന ആൾക്കടിയിലാണെങ്കിലും ചില പുറകിലിരിക്കുന്നവർക്ക് അത് തോന്നും. ഒരു കണ്ടോ ഇപ്പൊ തന്നെ കണ്ടോ, ഇപ്പൊ ഞാൻ ടേൺ ചെയ്ത് എടുക്കുമ്പോൾ ആ ഒരു വലിയ കാല് ഇതിങ്ങനെ ടേക്ക് ഓഫ് ആ സൗണ്ട് എവരിഡേ മോഡലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, പെട്ടെന്ന് നമ്മളാ ഇത്തിരി യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഞാനൊരു കോസ്റ്ററായിട്ട് നിങ്ങളോട് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ അതാണ്. നമ്മളിപ്പോ ഈവൻ വണ്ടി കിട്ടുമ്പോൾ ഇതിനെ ഒരു മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു കൺട്രോൾഡ് അതുപോലെ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ ഒരു ത്രില്ല് ഉണ്ടാവും നമുക്ക്. പക്ഷെ അതൊക്കെ ഒരു ഇതിൽ യൂസ് ചെയ്യാം, മാക്സിമം ഒരു കൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത്ര ഒരു സിനാരിയോ സിറ്റുവേഷനിൽ മാത്രം യൂസ് ചെയ്യുക അല്ലേ. അതെ, ഈവൻ എൻവയോൺമെന്റ് നിങ്ങൾക്ക് അത് അനുകൂലമാണെങ്കിൽ നിങ്ങൾ ചെയ്യുക അല്ലേ. പിന്നെ കുറച്ച് ഒരു ബാക്കപ്പ് എടുത്ത് ഒരു നന്നായിട്ട് ഒന്ന് വണ്ടിയായിട്ടൊന്ന് അഡാപ്റ്റ് ആയി കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാര്യം നമുക്ക് വണ്ടി കാണുമ്പോഴത്തേനും എനിക്ക് വേണം, നമുക്ക് വേണമെന്നൊന്ന് ഇത് ജസ്റ്റ് കൊടുക്കും തോറും വണ്ടി അങ്ങോട്ട് പോവാണ്. ലാഗ് എന്ന് പറയുന്ന സാധനമില്ല മോട്ടോർ വരുമ്പോഴത്തേനും. ഈ മോട്ടോർ വരുമ്പോഴത്തേനും 283 bhp ആണ് ഓൾമോസ്റ്റ്. അതാണ് അതിന്റെ പെർഫോമൻസ്. ടോർക്കും കൂടെ വരുമ്പോഴത്തേനേ നല്ലൊരു ഇതാണ് നമുക്ക് കയറി പോകാനൊക്കെ ആയിട്ടും. ബ്രേക്കോട് അഡാപ്റ്റ് ആകാൻ ഇച്ചിരി സമയം എടുക്കും. ബ്രേക്ക് ഒരു ഞാൻ ചവിട്ടുമ്പോൾ കുറച്ച് ഇത് വരുന്നുണ്ടല്ലേ, അതാ പെട്ടെന്ന് കാറ് ഇതെന്താ അറിയോ, ഇതിന്റെ എല്ലാം ഈ എനിക്ക് തോന്നുന്ന ഇലക്ട്രോണിക് ഒരു ഇതിലാണല്ലോ, അല്ലാണ്ട് നമ്മൾ ചവിട്ടുന്ന ആ ഫോഴ്സ് ഡയറക്റ്റ്ലി എന്നുള്ള ഇതല്ലല്ലോ ഇതിൽ. അപ്പൊ അത് നമുക്കൊന്ന് ഫീലായി വരാനുള്ള ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ ചവിട്ടുന്ന പ്രഷറിനെ ഇത് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഈ റെസ്പോൺസ് കിട്ടുന്നത്. എനിക്ക് ഇത് ഈ ഫീൽ കിട്ടിയേക്കുന്നത്. പക്ഷേ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, ഞാൻ മുമ്പേ പറഞ്ഞതാണ്. അതായത് നമ്മുടെ പഴയ സാൻഡ്രോ ഓടിച്ചിട്ടുണ്ട്, ഭയങ്കര പെട്ടി വണ്ടിയാ. എനിക്ക് സാൻഡ്രോ ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. അതിന്റെ ബ്രേക്കിംഗ് ശ്രദ്ധിച്ചു. അതെ അതെ, ഇതേ ഒരു റെസ്പോൺസ് ആണ്. ചവിട്ടും ഞാൻ ആദ്യം എടുത്തപ്പോൾ എത്ര പ്രാവശ്യം മൂക്ക് കുത്തുന്ന പോലെ ഫീൽ നമുക്ക് കിട്ടും. ഇതെന്താ പറയുക, ഇതിന് അങ്ങനത്തെ ഒരു ബ്രേക്കിംഗ് ഇല്ലെങ്കിലേ നിൽക്കൂല വണ്ടി. വണ്ടിക്ക് നമുക്കേ ഓരോ സൗണ്ടുകൾ നമുക്ക് വെക്കാം. സൗണ്ട് ഓഫാ, വണ്ടി V8 വണ്ടിയുടെ സൗണ്ടായി കാലുകൊടുത്ത് മറ്റേ ഈ V8 എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ V8 എഞ്ചിൻ. അതുപോലെ റേസ്
വേറെ സൗണ്ടായി ഉണ്ടാവും. ഇതിപ്പം വെളിയിലോട്ട് sound കേൾക്കും. ഇല്ല, അകത്ത് അകത്ത് വെളിയിലേക്കും കേൾക്കാൻ ഉണ്ട്. ഉണ്ട്. ഇന്റീരിയർ ഉണ്ട്, എക്സ്റ്റീരിയർ ഉണ്ട്. ചെറിയ സൗണ്ടേ ഉള്ളൂ, കാരണം ഇവർക്ക് ഓതറൈസ്ഡ് അല്ല EV കാർക്ക് ഒത്തിരി സൗണ്ട് വെക്കുന്നത് എക്സ്റ്റീരിയർ. പിന്നെ ഒരു വണ്ടിയുടെ നമുക്ക് സൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചില ആൾക്കാർക്ക് ഒരു സൗണ്ട് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അകത്തെ ഇപ്പം കണ്ടോ വണ്ടിയുടെ നമുക്കൊരു സൗണ്ട് കിട്ടുന്നുണ്ട് നമുക്ക്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് റേസ് മോഡ് ഒന്ന് ട്രൈ ചെയ്യുവാണ്. അതെ, കാല് കൊടുക്കുമ്പോ തന്നെ അതിന്റെ തുടക്കം തന്നെ നമുക്ക് ഫീൽ ഉണ്ടല്ലേ. ഇത് അമ്മോ ഒന്ന് കൊടുക്കുമ്പോ തന്നെ അങ്ങ് പുഷ് ചെയ്യാ. അതെ, ഇതൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ EV തന്നെ വേണം. ഒരു ഇതിലും എനിക്ക് തോന്നുന്നു ഈ BMW ഒക്കെ ചില വണ്ടികളിൽ അത്രയും എന്നാലും ഇത്രയും ഇത് പിന്നെ കൂടിയ വണ്ടിയിൽ ഡ്രൈവേഴ്സ് കാർ എന്നറിയപ്പെടുന്ന വണ്ടി BMW. ഇത്രയും കിട്ടുന്നത് തോന്നുന്നു. അതെ മോട്ടറിന്റെ അതെ വളവ് കഴിഞ്ഞിട്ട് ലോഞ്ച് ചെയ്യുന്ന പോലെ റോക്കറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫീലാണ്. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് റേസ് ഒന്നും വേണ്ട, എനിക്ക് ഡീഫോൾട്ട് മോഡ് തന്നെ ധാരാളം. ഇതിപ്പോ 0 ആണ്. അപ്പൊ ഞങ്ങൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. സ്റ്റാർട്ട് പോട്ടെ. ഓക്കെ, യെസ്, റേസ് മോഡ് ആണ് കേട്ടോ. അതിനകത്ത് 6 സെക്കൻഡ് തന്നെ അപ്രോക്സിമേറ്റ്ലി വരും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചെറിയൊരു ഡിലേ വന്നായിരുന്നു, എടുക്കാൻ ഡിലേ വന്നായിരുന്നു. അത് ഒരു 2 സെക്കൻഡ് ആയിരുന്നു. നമുക്കൊരു 7 സെക്കൻഡിൽ തന്നെ സാരം കയറി. അപ്പൊ ഓൾമോസ്റ്റ് 5 സെക്കൻഡ് തന്നെയാണ് അല്ലേ? അതെ, 5 സെക്കൻഡിൽ കയറിയത്. 5 സെക്കൻഡ് 6 സെക്കൻഡോട്ട് അടുത്ത് തന്നെ വണ്ടി കയറി കേട്ടോ. ഈ പറഞ്ഞ അത് പ്രോമിസിംഗ് ആണ്. ഞങ്ങൾ ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമ്മുടെ BE6ന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. എല്ലാ തരത്തിലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒക്കെ ഇവിടെ സാറ് നമുക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ. കാര്യം ഇവൻ എന്ത് വേണമെന്ന് അതിനകത്തുള്ളൂ. പൂ ചോദിച്ചപ്പോൾ പൂക്കളം തന്നു എന്ന് പറഞ്ഞല്ലേ. നല്ലൊരു റോഡും കിട്ടി നമുക്ക് ഉള്ളിലൊരു എല്ലാ തരത്തിലുള്ള ഈവൻ നമ്മളെല്ലാ മോഡ്സും ട്രൈ ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ ടെറൈനും ട്രൈ ചെയ്തു അല്ലേ. ഈവൻ ഇനി മറ്റേ ഇത് കൂട്ട് മാത്രമേ ഉള്ളൂ, മറ്റേ ഓഫ് റോഡ്സ് വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ ആവശ്യം ആ പർപ്പസ് അല്ലല്ലോ. എങ്ങനെയാണെങ്കിലും ഒരു കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് എല്ലാ ഇതിലും ഈവൻ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരു അവസരം കിട്ടി. അതിനൊക്കെ എല്ലാം സാറിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞാൽ മതിയാകത്തില്ല. ഇതാണ് സാറേ നമ്മുടെ വീഡിയോയ്ക്ക് ഇതുപോലെ നല്ലൊരു ഔട്ട്പുട്ട് തന്നതിനും ഡ്രൈവ് ചെയ്യാൻ തന്നതിനും. ഈവൻ ഞങ്ങളിപ്പോൾ ഇനി ഇതുകൊണ്ട് അവിടെ ഒരു എറണാകുളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് പുറകെ വരുന്നതായിരിക്കും. എന്നാണ് നമ്മുടെ സാറിനൊരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വേണ്ടി ചെയ്യാം സാർ. അപ്പം ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ.